എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള, അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ, കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ്. അതിനു മുമ്പായിട്ടൊരു കാര്യം, എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡർ വേണം. അപ്പോൾ ഇതുപോലത്തെ കസ്റ്റർഡ് പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാല്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് പാല്. ഇനി പിന്നെ വേറെ 1/2 ഗ്ലാസ് പാല് നമുക്ക് മാറ്റി വയ്ക്കണം. ഇത് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കസ്റ്റർഡ് റെഡിയാക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസ് പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, തണുത്ത പാൽ ഇത് വേണം എടുക്കാൻ. കാരണം ചൂടുപാൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതാകുമ്പം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മിക്സ് ആയിക്കോളും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇത് തിളയ്ക്കുന്നത് വരെ. അപ്പം പാലായത് കാരണം അടി പിടിക്കും. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് 2 ഗ്ലാസ് പാലിൻ്റെ അളവാണ്. ഇനിയിപ്പം പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാല് ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ സമയത്താണ് നമ്മൾ കസ്റ്റർഡ് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റർഡ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്. ഇത് ഒരു കൈ കൊണ്ട് ഇതുപോലെ കുറച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി പോവും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടതാ, പാലിപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പം നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത്, ഇതൊന്ന് തണുത്തിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ, ചൂടോടെ വയ്ക്കരുത്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബനാന, ആപ്പിൾ, ഗ്രേപ്സ് ആൻഡ് പോംഗ്രാനേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മാംഗോ ഇതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിയുന്നതും ഈ വാട്ടർമെലൺ ചേർക്കാതിരിക്കുക. കാരണം അതിലുള്ള ആ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. പിന്നെ അതുപോലെ പപ്പായയും ചേർത്ത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ പപ്പായയുടെ ഒരു കയ്പ്പ് ഇതിലേക്ക് വരും. അപ്പോൾ കസ്റ്റർഡിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പോംഗ്രാനേറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക്. നമ്മുടെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഡെസേർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇത് ഹെൽത്തിയുമാണ്.
ഫ്രൂട്ട്സൊക്കെ അങ്ങനെ അതുപോലെ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തരിക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.